ബാലരമ 2026 ജനുവരി 31 ബാലരമയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇനി മുതൽ എല്ലാ ആഴ്ചത്തെ ബാലരമ നമ്മളിതുപോലെ വായിച്ചിടുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട സ്റ്റോറീസ് പറയുന്നത് ലൂണിയും മാട്ടി ഉണ്ട്, സൂപ്പർ നോവലാണ്. പിന്നെ ബാലരമൻ്റെ 2025 ക്വിസ് ഉണ്ട്, കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയതാണ്. അത് അവർ ഇപ്രാവശ്യവും നിലനിർത്തിക്കൊണ്ടുണ്ട്. പിന്നെ അതുപോലെ സൈഫൺ ഉണ്ട്, ആനിമൽ ഹീറോസ് ഉണ്ട്, ജംഗിൾ ബുക്ക് ഉണ്ട്, മരത്തിൻ്റെ പ്രതികാരം ഉണ്ട്, പിന്നെ കളർ സർക്കിൾ എന്നൊരു ആർട്ടിക്കിൾ ഉണ്ടാവും, അതുപോലെ സ്മാർട്ട് ടൂൺസും ഉണ്ടാവും. നമുക്ക് വായന തുടങ്ങാൻ പോവുകയാണ്. 25ാമത്തെ ലക്കാണ്, 55ാമത്തെ ലക്ക് അങ്ങനെ എന്തോ ആണ്, അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല. പഴത്തൊലി ഹെൽപ്പ്. വർഷം 1874. ന്യൂയോർക്കിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ചാൾസ് ബൊഗാർട്ട് എന്ന ഒരാൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാക്കി. പോലീസ് എത്തി അയാളെ പിടികൂടി കൊണ്ടുപോകുകയായിരുന്നു. അതിനിടയിൽ തക്കം കിട്ടിയപ്പോൾ അയാൾ രക്ഷപ്പെട്ട് ഒറ്റയോട്ടം. പോലീസ് പിന്തുടർന്നു. അയാൾ കടന്നു കളയുമെന്ന് എല്ലാവരും കരുതിയ നേരത്താണ് അത് സംഭവിച്ചത്. വഴിയിലെ ഒരു പഴത്തൊലി ചവിട്ടി ചാൾസ് ബൊഗാർട്ട് ധീം. അതോടെ പോലീസ് അടുത്തെത്താൻ സമയം കിട്ടി. അയാൾ വീണ്ടും അറസ്റ്റിലാവുകയും ചെയ്തു. പഴത്തൊലി കുറ്റവാളിയെ പിടിച്ച വാർത്ത അന്ന് പത്രങ്ങളിൽ വന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പേജിലോട്ട് പോവുകയാണ്. സൂപ്പർ ഗിംബോ. ഗിംബോ എന്ന കരടിക്കുട്ടി ഒരു ദിവസം ഒരു മരത്തിൽ ചാരിയിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴതാ മരത്തിൻ്റെ പൊത്തിൽ നിന്ന് പുറത്തു വരുന്നു ഒരു ഭൂതം. ഭൂതം പറഞ്ഞു, നിന്റെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. ഗിംബോക്ക് സന്തോഷമായി. അവൻ ചോദിച്ച ആഗ്രഹം എന്താണെന്നോ? എനിക്കൊരു സൂപ്പർ ഹീറോ ആവണം. അങ്ങനെ ഭൂതം ഗിംബോയെ ഒരു സൂപ്പർ ഹീറോ ആക്കി. സൂപ്പർ കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കണം കേട്ടോ, ഭൂതം പറഞ്ഞു. അങ്ങനെ സൂപ്പർ ഹീറോ ഗിംബോ പുറപ്പെട്ടു. കുഴിയിൽ വീണുകിടന്ന ഒരു മാനിനെയാണ് ആദ്യം അവൻ രക്ഷിച്ചത്. ഭൂതത്തിൻ്റെ അടുത്ത് തിരിച്ചെത്തിയ ഗിംബോ പറഞ്ഞു, ഭൂതത്താനെ, ഒരു കുഴപ്പമുണ്ട്. സൂപ്പർ ഹീറോ വേഷം മുള്ളിലുടക്കി കീറി, ദാ കണ്ടില്ലേ? ഗിംബോ കീറിയ ഭാഗം കാണിച്ചു. ഭൂതം പറഞ്ഞു, ഗിംബോ, നീ യഥാർത്ഥ സൂപ്പർ ഹീറോ ആയിട്ടില്ല. ഭൂതം പറഞ്ഞത് ഗിംബോക്ക് മനസ്സിലായില്ല. അടുത്ത തവണ ഗിംബോ കാട്ടുതീയിൽപ്പെട്ട ചില മുയലുകളെയാണ് രക്ഷിച്ചത്. അതിനിടെ അവൻ്റെ വേഷം പകുതിയോളം കത്തിക്കരിഞ്ഞു. ഭൂതത്തിൻ്റെ അടുത്തേക്ക് തിരികെ എത്തിയ ഗിംബോ പറഞ്ഞു, ഭൂതത്താനെ, ആ മുയലുകളുടെ കരച്ചിൽ കേട്ട് എനിക്ക് ശരിക്കും പാവം തോന്നി. ഭൂതം ചോദിച്ചു, നിന്റെ വേഷമൊക്കെ കത്തിക്കരിഞ്ഞല്ലോ? ഗിംബോ നോക്കി. ശരിയാണല്ലോ, അത് ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചത്. ഭൂതം പുഞ്ചിരിച്ചു. ഇപ്പോഴാണ് നീ സൂപ്പർ ഹീറോ ആയത്. സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന ആളാണ് യഥാർത്ഥ സൂപ്പർ ഹീറോ. ജംഗിൾ ബുക്ക്, മരത്തിൻ്റെ പ്രതികാരം 7. അപ്പോൾ ആദ്യത്തെ പാർട്ടൊന്നും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കഥ ഇതുവരെ ഉള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. കാട്ടിലെ ഒരു മരത്തിലെ പഴം തിന്ന 2 കുരങ്ങന്മാരും ഒരു അണ്ണാനും മരിച്ചു. പഴം അറിയാതെ തിന്ന മൗഗ്ലിക്ക് ബാലുക്കരടി ഒരു പച്ചില മരുന്ന് കൊടുത്തു. ഇത് മരത്തിൻ്റെ പ്രതികാരമാണെന്ന് ബാലു പറഞ്ഞു. മരത്തിനടുത്ത് പോയ മൗഗ്ലി വീണ്ടും ബോധമറ്റു വീണു. ബാലുവും ബഗീരനും ചില്ലും എത്തി. മരുന്ന് കൊടുത്ത മൗഗ്ലി ഉണർന്നു. അതിനിടെ ചില പക്ഷികൾ അതുവഴി പോകുന്നത് മൗഗ്ലി കണ്ടു. പഴത്തിലല്ല, മരക്കൊമ്പിലാണ് വിഷം എന്ന് മൗഗ്ലി കണ്ടെത്തി. പക്ഷികൾക്ക് ഇതുമായി ബന്ധമുണ്ടാകാമെന്നും പക്ഷികളുടെ വഴിയെ ചിൽ പറന്നു. എന്നാൽ വൈകാതെ ഒരു കിളി വന്ന് വിവരം തന്നു, ചിൽ വഴിയിൽ വീണ കിടക്കുന്നു. ഇനി വായിക്കാം. ഓക്കെ. ചിൽ എങ്ങനെ വീണു? അപ്പോൾ വിഷം ആ മരത്തിൽ മാത്രമല്ല. പക്ഷികളെ തേടി പോകണോ, അതോ ചിൽ സുരക്ഷിതനാണ് എന്ന് ഉറപ്പുവരുത്തണോ? മൗഗ്ലി ഓടി, പാറയിൽ കയറി, വെള്ളത്തിൽ ചാടി, നീന്തി അപ്പുറം കടന്നിരിക്കുന്ന ഒരു ഇതാണ് അടുത്ത പേജിലുള്ളത്. നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. അതാ ആ പക്ഷി. ചിൽ ഉണർന്നോ? ഇല്ല, പക്ഷേ ജീവനുണ്ട്. എവിടെ? അതാ ആ പാറയുടെ അപ്പുറം. ചിൽ ചിൽ, മരുന്ന് കൊടുത്തില്ലേ? കൊടുത്തു, കുറച്ചുകൂടി കൊടുക്കാം. ടപ്പ് ടപ്പ് ടപ്പ്, ചിറകടി ശബ്ദം തുടരും. ഈ വാർത്ത ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്ക് അടുത്ത പേജിലോട്ട് നീങ്ങാം. ഞാനാ ലുട്ടാപ്പി, ആനിമേഷൻ ലുട്ടാപ്പി. ഇപ്പോൾ യൂട്യൂബിൽ പുതിയൊരു ചാനൽ, ബാലരമ എന്നാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ QR കോഡ് ഇതാ
നമ്മുടെ സൂം ചെയ്ത് കാണിക്കാം. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. ബ്ലൂടാപ്പിയുടെ രസകരമായ വീഡിയോസ് കാണാവുന്നതാണ്. ഓക്കെ. മരത്തിലെ രാക്ഷസൻ ബാൾട്ടോ. മരുന്നെത്തിക്കാൻ മഞ്ഞിലൂടെ സാഹസികയാത്ര നടത്തിയ നായ. കൊടും തണുപ്പുള്ള അലാസ്കയിലെ ഒരു ചെറുപട്ടണമാണ് നോമെ. 1925 മഞ്ഞുകാലത്ത് നോമയിലെ കുട്ടികൾക്കിടയിൽ ഡിഫ്തീരിയ രോഗം വ്യാപകമായി. അതോടെ ആശുപത്രി അധികൃതർ അങ്കലാപ്പിലായി. കാരണം മരുന്ന് തീർന്നു. കടലിൽ മഞ്ഞുറഞ്ഞിരിക്കുകയാണ്. കപ്പലുകൾ വരില്ല. പോരാത്തതിന് കൊടുങ്കാറ്റും തുടങ്ങി. അതോടെ വിമാനങ്ങൾ സർവീസ് നിർത്തിവെച്ചു. ഒന്നിന് പിറകെ മറ്റൊന്നായി കുട്ടികൾ എത്തുന്നു, ചില മുതിർന്നവരും. പക്ഷേ മരുന്ന് തീർന്നു. 350 മൈൽ അകലെ അങ്കറേജ് പട്ടണത്തിൽ ഡിഫ്തീരിയ ആൻറ്റി ടോക്സിൻ സെറം എന്ന മരുന്നുണ്ട്. അതെത്തിയില്ലെങ്കിൽ കൂട്ടമരണമുണ്ടാകും. അധികൃതർ സ്ലഡ്ജ് ഓടിക്കുന്ന മഷർമാരെ വാടകയ്ക്കെടുത്തു. ഗുന്നാർ, കാസാൻ എന്നീ നോർവീജിയനായിരുന്നു സംഘത്തലവൻ. കൂട്ടത്തിലെ സമർത്ഥനായ നായയുടെ പേര് ബാൾട്ടോ എന്നായിരുന്നു. സൈബീരിയൻ പക്ഷിവർഗത്തിൽപ്പെട്ട മിടുമിടുക്കൻ. അങ്ങനെ ഗുന്നാർ, കസാനും സംഘവും വിജനമായ മഞ്ഞിൽ പരപ്പിലൂടെ യാത്ര തുടങ്ങി. അലാസ്കയുടെ ഭീകരമായ പ്രകൃതിക്കടുത്ത തണുപ്പ് പോരെങ്കിൽ കൊടുങ്കാറ്റും. അവർ അങ്കറേജിലെത്തി. മടക്കയാത്ര തുടങ്ങി. താപനില വല്ലാതെ താഴ്ന്നു. മഞ്ഞു വീണ് വഴിത്താരകൾ മറഞ്ഞു. ബോൾട്ടോ സൂക്ഷിച്ച്. എൻ്റെ മലയാളം കുറച്ച് ഇത് കാണും, പക്ഷേ നിങ്ങൾക്കും വായിക്കാവുന്നതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അങ്ങനെ ബോൾട്ടോ, ഇനി നിനക്കേ വഴി അറിയൂ. ഗുന്നാർ, കാസാൻ നിരാശ കലർന്ന ശബ്ദം. ബാൾട്ടോ അത് മനസ്സിലായ മട്ടിൽ ശബ്ദം പുറപ്പെടുവിച്ചു. എന്നാൽ വൈകാതെ സംഘത്തിൻ്റെ വേഗം കുറഞ്ഞു. മറ്റു നായ്ക്കൾ തളർന്നു. ബാൾട്ടോയും ക്ഷീണിതനായി. എന്നാൽ അല്പം വിശ്രമിച്ച അവൻ വീണ്ടും മുമ്പോട്ട് നീങ്ങി. അങ്ങനെ നീങ്ങുമ്പോൾ ബാൾട്ടോ നിന്നു. ഗുന്നാർ, കസാനു കോപം വന്നു. ബാൾട്ടോ, കുട്ടികൾ മരിക്കാൻ കിടക്കുന്നു. അവർക്ക് മരുന്ന് ആവശ്യമാണ്. വേഗം. പക്ഷേ ബാൾട്ടോ അനങ്ങില്ല. ഗുന്നാർ, കസാൻ ചാട്ടയെടുത്തു. എന്നിട്ടും അവൻ അനങ്ങാത്തപ്പോൾ അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി മഞ്ഞിൽ ശ്രദ്ധയോടെ കാലുറപ്പിച്ചു മുമ്പോട്ട് നടന്നു. അപ്പോഴാണ് കണ്ടത് മുന്നിൽ വലിയൊരു കുഴി. ദൈവമേ, മഞ്ഞു മൂടിയ തടാകം പോലൊരു കുഴി. മുമ്പോട്ട് പോയിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും നോർമയിൽ എത്തുമായിരുന്നില്ല. ബാൾട്ടോ രക്ഷിച്ചു. വീണ്ടും അവർ ഇഞ്ചിഞ്ചായി മുന്നോട്ട് നീങ്ങി. മഷർമാൻ പലപ്പോഴും സ്ലഡ്ജുകളിൽ തളർന്നു മയങ്ങി. അപ്പോഴെല്ലാം ബാൾട്ടോ വഴി തെറ്റാതെ സ്ലഡ്ജുകളെ നയിച്ചു. മഞ്ഞുമൂടി വഴി തടസ്സപ്പെട്ടയിടങ്ങളിൽ മഞ്ഞു നിറഞ്ഞ സുരക്ഷിത സമുദ്രഭാഗങ്ങൾ കുറുക്കുവഴികളാക്കി നീങ്ങി. 1925 ഫെബ്രുവരി 2 പുലർച്ചെ അവർ നോം പട്ടണത്തിലെ മഞ്ഞിൽ വിളറിയ ദീപങ്ങൾ കണ്ടു. അതാ നോം, നമ്മൾ എത്തിപ്പോയി. അവർ ആർത്തു വിളിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് കുതിച്ചു. മരുന്നെത്തിയതും ഡോക്ടർമാർ തിരക്കിട്ട് ചികിത്സ ആരംഭിച്ചു. രോഗം നിയന്ത്രണ വിധേയമായി. കുട്ടികൾ രക്ഷപ്പെട്ടു. സംഘത്തെ രക്ഷിച്ച ബാൾട്ടോയുടെ വീരകഥകൾ നാട്ടിലെങ്ങും പാട്ടായി. ധാരാളം വേദികളിൽ ബാൾട്ടോ പ്രദർശിക്കപ്പെട്ടു. അങ്ങനെ ബാൾട്ടോ നായകരിലൊരാളായി തീർന്നു. ബിമൽ കുമാർ രാമങ്കരി. ഇതാണ് സ്മാർട്ടൂൺസ് കളർഫുൾ എന്ന് പറഞ്ഞൊരു പുതിയൊരു സ്പെഷ്യൽ ആർട്ടിക്കിളാണ്. ഗ്രീൻ എന്ന പഴയ വാക്ക് ഇംഗ്ലീഷിലെ ഗ്രീനി എന്ന വാക്കിൽ നിന്നും വന്നതാണ്. ഗ്രോ, ഗ്രാസ് എന്നിവയുമായി ബന്ധപ്പെട്ട വാക്കാണിത്. മഞ്ഞ നിറത്തെ അധികാരത്തിൻ്റെ അടയാളമായാണ് ചൈനക്കാർ കണ്ടിരുന്നത്. പണ്ട് നീലച്ചായം വില പിടിച്ചതായിരുന്നു. രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും മാത്രമേ നീലച്ചായം ഉപയോഗിക്കാൻ പറ്റിയിരുന്നുള്ളൂ. പിങ്ക് പെൺകുട്ടികളുടെ നിറമാണെന്ന് പറയാറുണ്ട്. എന്നാൽ പണ്ട് പിങ്ക് ആൺകുട്ടികളുടെ നിറമായാണ് കണക്കാക്കിയിരുന്നത്. സൂര്യൻ്റെ നിറം വെളുപ്പാണ്. അന്തരീക്ഷത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ മറ്റു നിറങ്ങളിൽ കാണുന്നുവെന്ന് മാത്രം. ചുവപ്പ് ഭാഗ്യത്തിൻ്റെ നിറമാണെന്നാണ് ചൈനയിലെ വിശ്വാസം. മരുഭൂമിയിലെ ജീവികൾക്ക് പൊതുവെ മണലിൻ്റെ നിറമാണ്.
പുരാതന ഈജിപ്തിൽ അടിമകൾക്ക് ചില നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അനുവാദം ഇല്ലായിരുന്നു. ഫ്ലൈയിങ് ഫോറസ്റ്റ്, റെയിൻബോ റിയോ. പുതിയ കഥയാണ്, ഇതിലൊക്കെ മുതൽ പുതിയ കഥയാണ്. അപ്പോൾ അതുകൊണ്ട് പഴയ കഥ ഒന്നുമില്ല, അപ്പം ഞാൻ ആദ്യം മുതൽ വായിക്കാം. ഈ കാട് എന്താ നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാതിരുന്നത്? അതെ, ഇത് നമ്മുടെ കണ്ണിൽ ഇപ്പോഴാ പെടുന്നത്. എന്തു പറ്റി? ഇവിടെ എന്തോ പ്രത്യേകതയുള്ളതുപോലെ. ചെറി, നിനക്ക് തോന്നുന്നതാ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കമോൺ. പെട്ടെന്ന് ജെറി, അവൻ പറക്കുന്നു. ഉഷ്, ആ ആ സീലാലോസി. പാട്ട്. ലാമിയ. ഇതെങ്ങോട്ടാ? ആ. തുടരും. ഗിന്നസ് 2025 നൂറുകണക്കിന് ലോക റെക്കോർഡുകൾ പിറന്നിട്ടുണ്ട്. അവയിൽ രസകരമായ ചില റെക്കോർഡുകൾ ഇതാ. ലെഗോ ഓട്ടം. ലെഗോ കട്ടകളിൽ അറിയാതെ ചവിട്ടിയാൽ പോലും കാൽ വേദനിക്കും. അപ്പോൾ അതിനു മുകളിലൂടെ ചെരുപ്പിടാതെ ഓടിയാലോ? ന്യൂസിലാൻഡുകാരിയായ ഗബ്രിയൽ വാൾ ആണ് ഈ ലെഗോ ഓട്ടം നടത്തി ലോക റെക്കോർഡ് നേടിയത്. ട്രാക്കിൽ ലെഗോ ബ്രിക്കുകൾ വിതറി അതിനു മുകളിലൂടെയായിരുന്നു ഓട്ടം. 24.75 സെക്കൻഡുകൾ കൊണ്ട് അവർ 100 മീറ്റർ ദൂരം ഓടി. മാരത്തൺ റെക്കോർഡ്. 2025 ലണ്ടൻ മാരത്തൺ റെക്കോർഡുകളുടെ പൂരമായിരുന്നു. ആ ഒരൊറ്റ ദിവസം കൊണ്ട് 42 വ്യത്യസ്ത ഗിന്നസ് റെക്കോർഡുകളാണ് തകർക്കപ്പെട്ടത്. ഓട്ടത്തിനിടയിൽ അഭ്യാസങ്ങൾ കാണിച്ചും ഡൈനോസർ വേഷം ധരിച്ചും ഗംബൂട്ട് ധരിച്ച് ഓടിയുമൊക്കെയാണ് ആളുകൾ റെക്കോർഡുകൾ സ്വന്തമാക്കിയത്. തടിത്തവി കടുകോളം. തടി കൊണ്ടൊരു തവി നിർമ്മിച്ചാണ് ഇന്ത്യക്കാരനായ കെ. വിജയ്കുമാർ റെഡ്ഡി റെക്കോർഡിട്ടത്. ഈ തടിത്തവിയുടെ നീളം എത്രയെന്നോ? വെറും 1.13 മില്ലിമീറ്റർ, അതായത് ഏകദേശം ഒരു പെൻസിൽ മുനയോളം. ഈ അത്ഭുത തവി ഗിന്നസ് ബുക്കിൽ ഇടം നേടി. ഇതുകൊണ്ട് എന്തെങ്കിലും കറി വിളമ്പുന്ന രംഗമൊന്ന് ഓർത്തു നോക്കൂ. ഇതാണ്. ഇത്രയും ചെറിയ തവിയാണ് ഉണ്ടാക്കുന്നത്. സൂം ചെയ്ത് കാണിക്കാം. ക്ലിയർ ഉണ്ടോയെന്നറിയില്ല. ഇത്രയും ചെറിയ തവിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കാണാവുന്നതാണ്. നമുക്ക് അടുത്ത ഗിന്നസ് റെക്കോർഡ് നോക്കാം. സൈക്കിളിൽ ഇന്ത്യക്ക് കുറുകെ. ഡോക്ടർ മീര വേലങ്കർ, ഡോക്ടർ മനീഷ വാഗ്മർ എന്നിവർ ചേർന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ടാൻഡം സൈക്കിളിൽ 2 പേർക്ക് ഒരേ സമയം ചവിട്ടാവുന്ന സൈക്കിൾ യാത്ര ചെയ്ത് റെക്കോർഡ് നേടി. അരുണാചൽ പ്രദേശിൽ നിന്ന് ഗുജറാത്ത് വരെയായിരുന്നു ഇവരുടെ സൈക്കിൾ യാത്ര, അതായത് രാജ്യത്തിൻ്റെ കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ. ഓട്ടം ഓസ്ട്രേലിയക്ക് കുറുകെ. ഓസ്ട്രേലിയയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ നിർത്താതെ ഓടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. 31കാരനായ വില്യം ഗുഡിച്ച് 2025 ഈ സാഹസം പൂർത്തിയാക്കി. ഏകദേശം 4232 കിലോമീറ്റർ ദൂരം വെറും 35 ദിവസം കൊണ്ടാണ് അദ്ദേഹം ഓടിത്തീർത്തത്. കഠിനമായ ചൂടും ഉറക്കമില്ലായ്മയും വകവെക്കാതെ ഒരു ദിവസം ശരാശരി 110 കിലോമീറ്ററിലധികം അദ്ദേഹം ഓടി. ഓടി അടുത്ത വൻകരയിൽ എത്തിയ മട്ടാണല്ലോ. അയ്യോ. 4 കാലി ഓട്ടം. മൃഗങ്ങളെ പോലെ 4 കാലിൽ സഞ്ചരിക്കാൻ റിയൂസി യോണി എന്ന 22കാരന് വലിയ ഇഷ്ടമാണ്. കുട്ടിക്കാലം മുതൽ തന്നെ യോണി ഇതൊരു തമാശ പോലെ ചെയ്തിരുന്നു. വലുതായപ്പോൾ ഈ തമാശയിൽ നിന്നൊരു ലോക റെക്കോർഡ് പിറന്നു. 100 മീറ്റർ ദൂരം 14.55 സെക്കൻഡ് കൊണ്ട് ഈ ചെറുപ്പക്കാരൻ 4 കാലിൽ ഓടിയെത്തി റെക്കോർഡിട്ടു. ഏലിയൻ സംഗമം. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ ഇറങ്ങിയാൽ എങ്ങനെയായിരിക്കും? 2025 അമേരിക്കയിലെ നെവാഡയിൽ അത്തരമൊരു കാഴ്ചയുണ്ടായി. 1632 ആളുകൾ അന്യഗ്രഹജീവികളെ പോലെ വേഷം ധരിച്ച് ഒത്തുകൂടി റെക്കോർഡ് നേടി. കുട്ടികളും മുതിർന്നവരും വളർത്തുമൃഗങ്ങളുമെല്ലാം ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഏറ്റവും വലിയ ഏലിയൻ സംഘം എന്ന പേരിൽ ഈ ഒത്തുചേരൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചു. ഇത് കൊള്ളാം. നാട്ടിൽ പോയിട്ടൊരു മനുഷ്യവേഷം മത്സരം നടത്തണം. സ്കേറ്റ് ബോർഡ് ഡോഗ്. 40 പേർ വരിയായി നിൽക്കുന്നു. കാലുകൾ വിടർത്തി പിടിച്ച് ഒരു തുരങ്കം പോലെ.
ആ മനുഷ്യ തുരങ്കത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കോഡ അസാനോ എന്ന നായ സ്കേറ്റിംഗ് നടത്തി റെക്കോർഡിട്ടു. ജപ്പാനിലാണിത്. തുരങ്കം കടക്കുന്ന രംഗം കണ്ട് നാടാകെ തരംഗമാകും. ഹിഹി. ഇഷ്ടിക കളക്ഷൻ. സ്റ്റാമ്പുകളും നാണയങ്ങളുമെല്ലാം ശേഖരിക്കപ്പെടുന്നവരെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. 84 വയസ്സുകാരനായ ക്ലെം റെയ്ൻ കെമയർ എന്ന അമേരിക്കക്കാരൻ ശേഖരിക്കുന്നത് ഇഷ്ടികകളാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 8900 വ്യത്യസ്ത തരം ഇഷ്ടികകൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. ഓരോ ഇഷ്ടികയും എവിടെ നിന്ന് കിട്ടി, അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നെല്ലാം അദ്ദേഹം എഴുതി സൂക്ഷിച്ചിരിക്കുന്നു. സൂപ്പർ സർഫിംഗ്. തിരമാലയിലൂടെ തെന്നി നീങ്ങുന്നതാണല്ലോ സർഫിംഗ്. അങ്ങനെ തെന്നി നീങ്ങുന്നതിനിടെ പലതവണ തിരിഞ്ഞാണ് ഡിലൻ ഡ്രേസ് എന്ന ഇന്തോനേഷ്യക്കാരൻ റെക്കോർഡിട്ടത്. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ ബോണോ തിരമാലയിൽ സർഫിംഗ് നടത്തുന്നതിനിടെ വീഴാതെ 46 തവണയാണ് ഡിലൻ വെട്ടിത്തിരിഞ്ഞത്. അമേസിംഗ് ഫാക്ട്സ് അബൌട്ട് ആനിമേഷൻ മൂവീസ്. എല്ലിയും വട്ടവും. അപ്പ് സിനിമയിൽ കാളിൻ്റെ സാധനങ്ങളെല്ലാം തന്നെ ചതുരത്തിലാണ്. എല്ലിയുടെ സാധനങ്ങളാകട്ടെ വട്ടത്തിലും. ഫാക്ട്സാണ്. നിങ്ങൾക്ക് അപ്പ് എന്ന മൂവി കാണുമ്പോൾ ഇത് ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൈൻ. ഫൈൻഡിങ് നീമോയിലെ സീകളിൻ്റെ മൈൻ എന്ന ശബ്ദത്തിന് മാതൃകയാക്കിയത് കാറിൻ്റെ അലാമാണ്. അപ്പം നിങ്ങൾക്ക് ഫൈൻഡിങ് നീമോ മൂവി കാണുമ്പോൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി രാജ തുങ്കൻ ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വഴിയിലെ കല്ലു വിരിക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 കൂട്ടരുണ്ട്. എന്തിനാ 2 കൂട്ടർ? വഴിയിൽ പലയിടത്തും ആഴമുള്ള കുഴിയുണ്ട്. അത് മൂടാൻ പ്രത്യേക കല്ല് വേണം. അത് കൊണ്ടുവരുന്നത് വേറെ ആളാ. കാര്യം നടന്നാൽ മതി. ശാസ്ത്രമനുസരിച്ച് കല്ലും മുട്ടയും തമ്മിൽ അക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതെന്താ? കല്ല് വിരിക്കും, മുട്ട വിരിയിക്കും. താനിനി മിണ്ടരുത്. ശരിയാ, ധാരാളം കുഴികളുണ്ട്. പണി കഴിഞ്ഞ് ഒന്ന് കൂടി കാണാൻ വരണം. എന്തായി റോഡ് പണി? അത് പകുതിയായി. ഞാൻ വന്ന് നോക്കാം. കല്ല് വിരിച്ചു, പക്ഷേ കുഴി മൂടാനുള്ള കല്ലിൻ്റെ ആൾ വന്നില്ല. പനി പിടിച്ച് കിടപ്പാ. അതോടെ കഥ അവസാനിച്ചു. അടുത്ത കഥ ഗാബോയിഡ്. ഇല്ലാത്ത ജീവൻ. കഥകളിലോ പുരാണങ്ങളിലോ മാത്രമുള്ള ജീവികളുടെ രസകരമായ വിശേഷങ്ങൾ ഈ ലക്കത്തിൽ. ഗ്രാബോയിഡ്. മണ്ണിനടിയിൽ ജീവിക്കുന്ന ഭീമൻ പുഴുക്കളെപ്പോലുള്ള ജീവികളാണ് ഗ്രാബോയിഡ്സ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിക്കടിയിൽ ഒളിച്ചിരിക്കുന്ന പുരാതന ജീവികളാണത്രേ ഇവർ. ചിത്രം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഒരു പ്രത്യേകതരം ജീവികളാണെന്നാണ് പലരും പറയുന്നത്. നമുക്ക് ബാക്കി വായിക്കാം. 1990 ഇറങ്ങിയ ട്രെമേഴ്സ് എന്ന സിനിമയാണ് ഈ ജീവികളെ അവതരിപ്പിച്ചത്. ഇതിന് തുടർച്ചയായി ഗ്രാബോയിഡുകളെ മെയിൻ ആക്കി വേറെയും സിനിമകളും പരമ്പരകളും വന്നു. തിരക്കഥാകൃത്ത് S.S. വിൽസൺ ആണ് ഈ ജീവിയെ സൃഷ്ടിച്ചത്. ലാൻഡ് ഷാർക്സ് എന്നാണ് ഇവയ്ക്ക് ആദ്യം നൽകിയ പേര്. ഒരു സ്കൂൾ ബസിൻ്റെ വലുപ്പമുള്ള ഈ ഭീമൻ പുഴുക്കൾക്ക് കണ്ണില്ല. മണ്ണിന് മുകളിലെ ചലനങ്ങൾ മനസ്സിലാക്കിയാണ് ഇവ ഇരപിടിക്കുന്നത്. പൂവ് പോലെ 3 ഭാഗങ്ങളായി തുറക്കുന്ന വായുണ്ട് ഇവയ്ക്ക്. അതിൽ നീണ്ട നാവ് പോലെ 3 ടെൻഡക്കിളുകൾ. അവ ഉപയോഗിച്ചാണ് ഇവർ ഇരകളെ പിടിക്കുന്നത്. ഇനി സൈഫൺ എന്ന ബാലരമയുടെ ഒരു പുതിയ സംരംഭമാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം ഒരു ചെക്കന് ഒരു തെങ്ങ് പോലത്തെ ഒരു മരത്തിൽ തേങ്ങ പോലത്തെ സാധനം കുലുക്കുകയാണ്. അങ്ങനെ കുലുക്കി ഒരു ഇല വീണ്, കുലുക്കി 2 ഇല വീണ്, കുലുക്കി എല്ലാ ഇല വീണ്. പക്ഷേ നമുക്ക് ഉദ്ദേശിച്ചത് തേങ്ങ കിട്ടാനാണ്. പക്ഷെ കിട്ടിയില്ല. ഫണ്ണായി കണ്ടാൽ മതി. നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. ഫീനസും ഹാർപ്പികളും. ഭാവി പ്രവചിക്കാൻ കഴിവുള്ള ആളായിരുന്നു ത്രേസിലെ രാജാവായ ഫീനസ്. ഗ്രീക്ക് പുരാണ കഥകളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഫീനസ് രാജാവിനെ കണ്ടാൽ നമ്മുടെ ഭാവി കാര്യങ്ങൾ അറിയാം. വരാൻ പോകുന്ന കാര്യങ്ങളെ മനുഷ്യർ അറിയുന്നത് സ്യൂസ് ദേവന് ഇഷ്ടപ്പെട്ടില്ല. ഫീനസ് കാരണം മനുഷ്യർക്ക് ഭക്തി കുറയും. ഫീനസ്, അഹങ്കാരിയായ നിനക്ക് കാഴ്ച നഷ്ടപ്പെടട്ടെ. ഇന്നു മുതൽ നീ
പടുവൃദ്ധനാകും എന്നും ഹാർപ്പികൾ ഉപദ്രവിക്കും. പക്ഷിയെ പോലുള്ളൊരു ജീവിയാണ് ഹാർപ്പി. അയ്യോ. സ്യൂസിൻ്റെ ശാപത്താൽ അവശനായ ഫീനസ് ഭക്ഷണം കഴിക്കാനിരുന്നു. പെട്ടെന്ന് സ്യൂസിൻ്റെ നിർദ്ദേശപ്രകാരം ഫീനസിനെ ഉപദ്രവിക്കാൻ എത്തിയ ഹാർപ്പികളായിരുന്നു അത്. അതോടെ ഭക്ഷണം കഴിക്കാനാവാതെ ഫീനസ് കഷ്ടപ്പെട്ടു. അങ്ങനെയിരിക്കെ ജേസൺ എന്ന രാജാവിൻ്റെയും വീരന്മാരുടെ സംഘമായ ആർഗനോട്സിൻ്റെയും കപ്പൽ ത്രേസിലെത്തി. ഫീനസിൻ്റെ കഷ്ടപ്പാടറിഞ്ഞ അവർ രാജാവിനെ സഹായിക്കാൻ തീരുമാനിച്ചു. അവർ ഹാർപ്പികളെ തുരത്തി ഓടിച്ചു. ഹാർപ്പികളുടെ ഉപദ്രവത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച സംഘത്തിന് എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള കടൽമാർഗം ഫീനസ് പറഞ്ഞു കൊടുത്തു. ഇത് ജേസണിന് പിന്നീട് സഹായകമായി. ഇനി ഇംഗ്ലീഷ് ചാനൽ എന്നൊരു പ്രോഗ്രാമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് ചാനൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിനെ പറ്റി രസകരമായ കാര്യങ്ങളാണ് പറയുന്നത്. ബുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. ഈ വാചകം നോക്കൂ. ദ ബുക്ക് വാസ് റിലീസ്ഡ് ഡ്യൂറിങ് ദ ആനുവൽ ലിറ്റററി ഫെസ്റ്റിവൽ. പുസ്തക പ്രകാശനത്തിന് നാം സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് ബുക്ക് റിലീസ്. എന്നാൽ ഈ പ്രയോഗം തെറ്റാണെന്ന് പലർക്കും അറിയില്ല. പുസ്തക പ്രകാശനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന വാക്കല്ല റിലീസ്. സിനിമ, വീഡിയോസ്, റെക്കോർഡ്സ് എന്നിവയാണെങ്കിൽ റിലീസ് എന്ന് പ്രയോഗിക്കാം. എന്നാൽ നിഘണ്ടുകൾ പറയുന്നത് പുസ്തകങ്ങൾ ലോഞ്ച് ചെയ്യുക എന്നാണ് പറയേണ്ടത്. അതായത് മുകളിലെ വാചകം ഇംഗ്ലീഷുകാരുടെ ശൈലിയാക്കിയാൽ ഇതുപോലെയാകും: ദ ബുക്ക് വാസ് ലോഞ്ച്ഡ് ഡ്യൂറിങ് ദ ആനുവൽ ലൈബ്രറി ഫെസ്റ്റിവൽ. ലൈബ്രറിയിൽ തടവിലായിരുന്നു എന്നാണ് റിലീസായത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോസും കാർട്ടൂൺസ് അങ്ങനത്തെ കാര്യങ്ങളാണ് റിലീസ് ചെയ്യുക. ബുക്കൊക്കെ ആണെങ്കിൽ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ റിലീസ് എന്നല്ല പറയുക, ലോഞ്ച് എന്നാണ് പറയുക എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി ഭൂതവൈദ്യത്തിൻ്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അസുഖം മാറാൻ ഡോക്ടറെ കണ്ടാൽ മതിയെന്ന് എൻ്റെ മമ്മി പറഞ്ഞു. 10 തവണയെങ്കിലും ഞാൻ സാറിനെ കണ്ടു. ആണോ? അതെ. എന്നിട്ടും അസുഖം മാറിയില്ല. താൻ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ആദ്യമായിട്ടാണ്. പിന്നെ എന്നെ കണ്ടു എന്ന് പറഞ്ഞത്? സാറ് ടൗണിൽ കൂടെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. രസകരമായ കഥയാണ്. വായിച്ച് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കഥയാണ്. നമ്മൾ പുതിയൊരു കഴിഞ്ഞ അവതരണങ്ങളിലുണ്ടോയെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ കളർ സർക്കിൾ എന്നൊരു ഗെയിമാണ്. ബുദ്ധിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്ന ഗെയിമാണിത്. നമുക്ക് കളിയുടെ നിയമം എങ്ങനെ നോക്കാം. എങ്ങനെ കളിക്കാം? കളങ്ങളിൽ കുറേ വട്ടങ്ങൾ കാണാം. ഇടതുവശത്തും മുകളിലുമായി അക്കങ്ങളും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: അക്കങ്ങൾ നോക്കി അത്രയും വട്ടങ്ങൾ നിറം കൊടുക്കുക. അതായത് ഇടതുവശത്ത് ആദ്യം കാണുന്നത് 3 എന്ന അക്കമല്ലേ, അതിന് നേരെ 3 വട്ടങ്ങൾ നിറം കൊടുക്കണം എന്നർത്ഥം. ഓരോ വരിയിലും നിരയിലും അതിന് നേരെയുള്ള അക്കത്തിനനുസരിച്ചുള്ള വട്ടങ്ങൾക്ക് നിറം കൊടുക്കണം. ഒരു കളർ സർക്കിൾ ഗെയിം പൂരിപ്പിച്ചത് വലതുവശത്ത് കണ്ടോളൂ. അപ്പോൾ അതിവിടെ 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ഒരു കള്ളി 3 എഴുതിയ 3 കളറുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. ഇനി വലതുവശത്ത് കാണുന്ന കളർ സർക്കിൾ ഫൺ ഗെയിം കളിച്ച് നോക്കുക. നിങ്ങൾക്കിവിടെ കളിച്ച് നോക്കാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കളിച്ച് നോക്കാവുന്നതാണ്. ഉത്തരം പേജ് 75 ഉണ്ടാവും. അത് എത്തുന്ന വരെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ പേജ് 75 എത്തുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കളർ എടുക്കാൻ പറ്റുമോ നോക്കാം. ഉത്തരം പേജ് 75 അപ്പോൾ അതിന് മുമ്പ് നിങ്ങളിത് ശരിയാണെന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, സൂത്രൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കഥയാണ് സൂത്രൻ. അപ്പോൾ സൂത്രൻ്റെ കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ആ അൽപ്പനെയും ജൽപ്പനെയും കണ്ടാൽ പറയണം: എന്തു പറ്റി? അവർ കുറ്റവാളികൾ. ഇങ്ങനെ എന്തു കുറ്റമാണ് അവർ വാളിയത്? എന്നെ അവർ കല്ലെറിഞ്ഞു. എന്തുകൊണ്ട് തല്ലി? പോകുന്ന വഴിയിൽ മുള്ളു വിതറി. എല്ലുകൊണ്ട് തല്ലി. അൽപ്പൻ്റെയും ജൽപ്പൻ്റെയും അച്ഛനോട് ഞാൻ പറഞ്ഞു, പക്ഷേ ഗൗനിച്ചില്ല. കൂട്ടുകാരോട് പറഞ്ഞു, അവരും ഗൗനിച്ചില്ല. സൂത്ര: അതേതു ചില്ല? കാട്ടുമുത്തപ്പനെ വരെ വിളിച്ചു പറഞ്ഞു. മുത്തപ്പൻ പുച്ഛിച്ചു തള്ളി. പുച്ഛിച്ചാലും തള്ളണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചാൽ എല്ലാവർക്കും ഈ കുറ്റത്തിൽ പങ്കുണ്ട്. അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ എന്തിനാ മടി? ശരിയാ, ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും അവന്മാരെ കണ്ടാൽ ഒന്ന് പിടിച്ചു വച്ചേക്കണേ. ഞാൻ തിരിച്ചും കല്ലെറിയും. പാവം, അവന് ശരിക്കും വിഷമമുണ്ട്. ശരിയാ, എല്ലുകൊണ്ടല്ലേ തല്ലു കിട്ടിയത്. സൂത്ര: ഒരാളെ കിട്ടി. ഞാൻ ഗുഹയിൽ അടച്ചു വച്ചിട്ടുണ്ട്. അതെങ്ങനെ പറ്റി?
ഒന്നും അറിയാത്തതുപോലെ വിളിച്ച് ഗുഹയിൽ കയറാൻ പറഞ്ഞു. കയറിയപ്പോൾ ഗുഹ അടച്ചു. ഹിഹി. എങ്കിൽ ആ ചെന്നായയെ വിളി. ഒരുത്തൻ. കുറ്റവാളി ആ ഗുഹയിലാ. പോയല്ലോ, കാണാനില്ലല്ലോ. കുറ്റവാളി അപ്രത്യക്ഷനായോ എന്ന് സംശയം. അപ്രത്യക്ഷനാവൻ ഇതാരാ? കാട്ടുമുത്തപ്പനോ? അതെ, കാട്ടുമുത്തപ്പൻ തന്നെ. ഞാൻ വിളിച്ചു കൂട്ടിയത് കാട്ടുമുത്തപ്പനെയാ. ഒന്ന് ആലോചിച്ചാൽ കാട്ടുമുത്തപ്പനും കുറ്റമുണ്ടെന്ന് ഇവൻ പറഞ്ഞില്ലേ. ഈ ബാലരമ 2025 ക്വിസസ് ആണ്. ഇത് ഞാൻ സെപ്പറേറ്റായി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് കാണാവുന്നതാണ്, വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഒരു പേജ് 3 സെക്കൻഡ് വെക്കാവുന്നതാണ്. പ്രസിഡന്റുമാരെ കുറിച്ചിട്ടുള്ള ക്വിസാണ്. അടുത്ത പേജ്. ടോട്ടൽ 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് ഓരോന്നോരോന്നായി വായിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഓക്കെ, APJ അബ്ദുൽ കലാം ഉണ്ട്. മലയാളത്തിൽ KR നാരായണനാണ് തോന്നുന്നത്. പ്രണബ് മുഖർജി, രാംനാഥ് കോവിന്ദ്, അവിടെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായ ദ്രൗപദി മുർമു ഉണ്ട്. ഉത്തരങ്ങൾ ഇവിടെ ഉണ്ട്. 35 ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അക്കു ഇക്കു ക്ലാസിക്സ് ആണ് നമ്മൾ അടുത്ത് വായിക്കാൻ പോകുന്നത്. കുറേ നെല്ലിക്ക വേണം. മരുന്നിന. എന്തു പറ്റി? കാലുവേദന, നടക്കാൻ വയ്യ. നെല്ലിക്ക എവിടെ കിട്ടും? എളുപ്പൻ പാറയുടെ അടുത്തുണ്ട്. ഞങ്ങൾ കൊണ്ടുവരാം. അത് വേണ്ട അക്കു. മറ്റാരുടെയെങ്കിലും സഹായം തരുന്നത് എൻ്റെ അനിയന് ഇഷ്ടപ്പെടില്ല. എന്നാൽ പിന്നെ അനിയനോട് കൊണ്ടുവരാൻ പറഞ്ഞാൽ പോരെ? അത് നടക്കുന്ന മട്ടില്ല. അവന് എന്ത് ജോലിക്കും ഒരേ ത്രിൽ വേണത്ര. ത്രില്ലോ? അതെ, ത്രില്ലുള്ള ജോലി അവൻ ചെയ്യും. നെല്ലിക്ക പെറുക്കൽ എന്ത് ത്രില്ല്? ശരിയാ, ത്രില്ലുള്ള ജോലി അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനൊരു മൂഡ് കിട്ടില്ല. നെല്ലിക്ക പെറുക്കുന്നതിൽ ത്രില്ലുണ്ട്. പറഞ്ഞു തരാം, വാ. ദാ ആ ഗുഹ കണ്ടോ? ഗുഹയിലുള്ളവർ കാണാതെ വേഗം നെല്ലിക്ക പെറുക്കാൻ. ആരെങ്കിലും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ചേട്ടനെ കണ്ടാൽ കുഴപ്പം ആകും. അപ്പോൾ ഒരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ നെല്ലിക്ക പെറുക്കാൻ പോകുകയാ. ആവശ്യത്തിന് നെല്ലിക്ക ഒരുത്തനും കണ്ടില്ല. അവൻ തന്നെ ജോലി ചെയ്തു അല്ലേ? ഗുഹയിൽ നിന്ന് ആരും വരാത്തത് ഭാഗ്യം. അതിനാ ഗുഹയിൽ ആരും താമസമില്ല. ത്രില്ലുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. ഹിഹി. അത് നല്ല ബുദ്ധി. ഇത് ഗെയിംസാണ്. ബാലരമയിൽ സാധാരണ ഗെയിംസ് ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് കോക്വക്ക് വഴി എവിടെ? ദൂളു താറാവിന് കുളത്തിലേക്കുള്ള വഴി കാട്ടാം. അപ്പോൾ നിങ്ങൾക്ക് വഴി കാട്ടാം. നമുക്കൊന്ന് വഴി കാണിച്ചു നോക്കാം. നിങ്ങൾ സഹായിക്കണേ. നമുക്കിപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് പോയാൽ ഇവിടെ ക്ലോസ് ആണ്. നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. ഇങ്ങനെ പോയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്ത് വഴി കാണിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം. ഓക്കെ, അടുത്തത് പറയുന്നത് ഇവിടെ താഴെ കാണുന്ന സാധനങ്ങൾ വലതുവശത്തെ ചിത്രങ്ങളിലുമുണ്ട്. കണ്ടെത്താമോ? അപ്പോൾ ഇവിടെ കാണുന്ന ചിത്രങ്ങൾ, എന്നെ സൂം ചെയ്ത് ഇവിടെ കാണുന്ന ചിത്രങ്ങൾ ഇതിലുമുണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ 2 സാധനങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഈ 2 സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ കണ്ടുപിടിച്ചതാണ്. അതുപോലെ ബാക്കി 1, 2, 3, 4, 5 സ്ഥലങ്ങൾ കൂടി ഉണ്ടാകും. നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കമൻ്റ് ഇടാൻ. ഒരാൾ എത്ര എണ്ണം കണ്ടുപിടിച്ചതെന്ന് കമൻ്റ് ഇടാം. ഓക്കെ, നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. നാടോടിക്കഥയാണ് അടുത്തതായി ഞാൻ വായിക്കാൻ പോകുന്നത്. ആരെയും പേടിയില്ലാത്ത മിടുക്കനായിരുന്നു ലുഡ്വിഗ്. ഒരു ദിവസം ഉറക്കത്തിൽ ലുഡ്വിഗ് 10 കൊതുകുകളെ ഒറ്റയടിക്കുന്നു. ഒറ്റയടിക്ക് 10 പേരെ തട്ടി. ഇതെല്ലാവരെയും അറിയിക്കണം അവന് തോന്നി. പിറ്റേന്ന് തന്നെ അവൻ യാത്ര പുറപ്പെട്ടു. നടന്ന് ലുഡ്വിഗ് ഒരു നദിക്കരയിലെത്തി. അവൻ അവിടെ ഇരുന്നു. അപ്പോഴതാ ഒരു ചോദ്യം. എൻ്റെ അടുത്ത് ഇരിക്കാൻ നീ ആരാ ലുഡ്വിഗ്? പിന്നിലേക്ക് നോക്കി. അതാ ഒരു ഭയങ്കരൻ രാക്ഷസൻ
പക്ഷേ ലുഡ്വിങ് പേടിച്ചില്ല. ഒറ്റയടിക്ക് 10 പേരെ തട്ടിയവനാ ഞാൻ. അതു നിന്നെക്കൊണ്ട് പറ്റുമോ? ലുഡ്വിങ് രാക്ഷസനെ വെല്ലുവിളിച്ചു. ഒറ്റയടിക്ക് 10 മനുഷ്യരെ തട്ടണമെങ്കിൽ ഇവൻ നിസ്സാരക്കാരനല്ല, രാക്ഷസൻ ആലോചിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കാണിക്കും, രാക്ഷസൻ പറഞ്ഞു. വെല്ലുവിളി സ്വീകരിച്ച് ലുഡ്വിങ് രാക്ഷസൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വഴിക്ക് ഒരു മരം കണ്ടു, നല്ല പഴങ്ങളുള്ള ഒരു മരം. രാക്ഷസൻ വേഗം മരം വളച്ച് പഴങ്ങൾ പറിച്ചു. ഈ തക്കത്തിന് ലുഡ്വിങ് പഴങ്ങൾ പറിച്ചു തുടങ്ങി. പക്ഷേ രാക്ഷസൻ മരത്തിൽ നിന്നുള്ള പിടിവിട്ടതോടെ ലുഡ്വിങ് ഷും എന്ന ഒറ്റപ്പറക്കൽ. ഹഹാ, മരം വളച്ചു നിർത്താനുള്ള ശക്തി പോലുമില്ലേ അല്ലേ നിനക്ക്? രാക്ഷസൻ ഉറക്കെ ചിരിച്ചു. ആര് പറഞ്ഞു? ഞാൻ വേട്ടക്കാരിൽ നിന്ന് ഒളിക്കാൻ പറഞ്ഞതല്ലേ. നിനക്ക് പറ്റും അങ്ങനെ പറക്കാൻ. ലുഡ്വിങ് വിട്ടുകൊടുത്തില്ല. അതുകേട്ട രാക്ഷസൻ മരത്തിൽ കയറി. രാക്ഷസന്റെ ഭാരം താങ്ങാനുണ്ടോ? മരച്ചില്ലക്ക് പറ്റുന്നു. ദിം, രാക്ഷസൻ അതാ താഴെ. അതോടെ രാക്ഷസന്റെ ദേഷ്യം ഇരട്ടിയായി. വൈകാതെ അവൻ രാക്ഷസന്റെ വീട്ടിലെത്തി. വലിയൊരു കിടക്ക കാണിച്ചുകൊണ്ട് രാക്ഷസൻ ലുഡ്വിങ്ങിനോട് പറഞ്ഞു, ഈ കിടക്കയിൽ കിടന്നു. ലുഡ്വിങ് കിടക്കയിൽ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് തോന്നി, ഈ കിടക്കയിൽ കിടന്നിട്ടൊരു സുഖമില്ല. ലുഡ്വിങ് വേഗം കട്ടിലിൻ്റെ അടിയിൽ കയറി കിടന്നു. ഇത് രാക്ഷസൻ അറിഞ്ഞില്ല. രാത്രിയായപ്പോൾ രാക്ഷസൻ കിടക്ക പൊതിഞ്ഞെടുത്തുകൊണ്ട് പോയി കുളത്തിലിട്ടു. അതിൽ ലുഡ്വിങ് ഉണ്ടെന്നല്ലേ രാക്ഷസന്റെ വിചാരം. ഹഹാ, അവൻ്റെ കഥ കഴിഞ്ഞു. രാക്ഷസൻ സന്തോഷത്തോടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ രാക്ഷസൻ വേട്ടയാടാനായി കാട്ടിലേക്ക് പോയി. അപ്പോഴാണ് ലുഡ്വിങ് ഉറക്കമുണർന്നത്. അവനും കാട്ടിലേക്ക് നടന്നു. ഹഹാ, ചങ്ങാതി ഇവിടെ നിൽക്കുകയാണോ? രാക്ഷസനെ കണ്ട ലുഡ്വിങ് ചോദിച്ചു. രാക്ഷസൻ പേടിച്ചുപോയി. അയ്യോ, പ്രേതം തിന്നാൻ വരുന്നു. നിലവിളിച്ചുകൊണ്ട് രാക്ഷസൻ ഒറ്റയോട്ടം. ലുഡ്വിങ്ങിന് ഒന്നും മനസ്സിലായില്ല. കുറച്ചു നേരം കാത്തിരുന്നിട്ടും രാക്ഷസനെ കാണാനില്ല. അതോടെ രാക്ഷസന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ 2 സ്വർണ്ണ കട്ടികളുമായി ലുഡ്വിങ് വീട്ടിലേക്ക് തന്നെ മടങ്ങി. ഇതാണ് ലുഡ്വിങ്. ലുഡ്വിങ്ങും രാക്ഷസനും എന്നുള്ള കഥയാണ് നമ്മൾ വായിച്ചത്. ഇതാണ് രാക്ഷസൻ, ഇതാണ് ലുഡ്വിങ്. ഇനി മായാവിയുടെ കഥയാണ് വായിക്കാൻ പോകുന്നത്. കിട്ടിയടാ നിന്നെ. കോളടിച്ചല്ലോടാ ലുട്ടാപ്പി. ഇത് സ്ഥിരം അടിക്കുന്ന കോളല്ലേ. ഇത്തവണ ഇവനെ കളയല്ലേ. ഷുവർ. കളയില്ല, ഷുവർ. എന്താടാ പാറക്കല്ലിനൊരു ഇളക്കം? അയ്യോ, ഫ്രുഷ്, പറക്കും തളിക. അയ്യോ, കല്ലെങ്ങനെ പറക്കും തളികയായി? പറക്കും തളിക കല്ലായതാവും. എന്തോ കുഴപ്പമുണ്ട്. ഇനി കുഴപ്പമില്ല, തളിക പോയല്ലോ. പക്ഷേ ഇനിയും വന്നാൽ? ഇതിൻ്റെ രഹസ്യം ആരോട് ചോദിക്കും? ഇവിടെ വേറെ ആരെയും കാണുന്നുമില്ല. ശരിയാ, ഇവിടെ മായാവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐഡിയ, മായാവിയോട് തന്നെ ചോദിക്കാം. ഇറങ്ങടാ പുറത്ത്. സത്യം പറ, പാറ എങ്ങനെ പറക്കും തളികയായി? അത് പറയടാ മര്യാദക്ക്. ചില പറക്കും തളികകൾ ഭൂമിയിൽ വന്നാൽ ഭൂമിയിലെ സാധനങ്ങളുടെ രൂപമെടുക്കും എന്നു കേട്ടിട്ടുണ്ട്. ആരും തിരിച്ചറിയാതിരിക്കാൻ. പാറയായി മാറിയ പറക്കും തളികയാ നമ്മൾ കണ്ടത്. എങ്കിൽ രൂപം മാറിയ തളികകൾ ഇനിയും കാണും. ശരിയാ, പാറക്കല്ല് കുറേ കാണുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നീ കുപ്പിയിൽ തിരിച്ചു കയറിക്കോ. ഈ മരത്തിൽ കയറിയിരിക്കാം അപ്പൂപ്പ, നല്ല വ്യൂ കിട്ടും. 4-5 പാറക്കല്ലുണ്ട്, ഏതെങ്കിലും പറക്കും. എന്താടാ മരത്തിനൊരിളക്കം? അയ്യോ, മരവും പറക്കും തളികയാ. അയ്യോ. ബോർ ഐലാൻഡ്. ഇതും പുതിയൊരു കഥയുടെ തുടക്കമാണ്. അപ്പം നമുക്ക് ഈ കഥ മുതൽ വായിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇനി മുതലുള്ള എല്ലാ വരമകളും നമ്മൾ ഇതുപോലെ എല്ലാ വീക്കെൻഡിലും ഇതുപോലെ വായിച്ചിടുന്നതാണ്. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾക്ക് പ്രധാനം. നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ വീഡിയോ തുടരുകയുള്ളൂ. ഓക്കെ, 7ാമത്തെ കഥയൊക്കെയാണ് ബോർ ഐലാൻഡ്. സോറി, ഞാൻ ആദ്യം കണ്ടപ്പോൾ 1 എന്നാണ് വിചാരിച്ചത്. കഥ ഇതുവരെ എന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. അപൂർവമായ ഔഷധ സസ്യം തേടി പസഫിക് സമുദ്രത്തിലെ ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ പര്യവേക്ഷണം നടത്തവേ ഡോക്ടർ റിച്ചാർഡിനെയും അസിസ്റ്റന്റ് മീനാക്ഷി ചൗധരിയെയും അസാധാരണ വലുപ്പമുള്ള ഒരു കൂട്ടം കാട്ടുപന്നികൾ ആക്രമിച്ചു. മീനാക്ഷി കൊല്ലപ്പെട്ടു. അവരെ തിരഞ്ഞെത്തിയ സംഘത്തെയും കാട്ടുപന്നികൾ ആക്രമിച്ചു. പക്ഷേ അവർ രക്ഷപ്പെട്ടു. ദ്വീപിലെത്തിയ SP രൺവീർ അവിടെ കാട്ടുപന്നികളെ കണ്ടു.
അവയെ പിന്തുടർന്ന് രൺവീർ കാടിനകത്തുള്ള ഒരു ബംഗ്ലാവിന് മുന്നിലെത്തി. ഇനി വായിക്കൂ. ഒരു ഡിറ്റക്റ്റീവ് ചിത്രകഥയാണ്. ഓക്കെ. ഓഹോ, അകത്ത് ആരൊക്കെയോ ഉണ്ടല്ലോ. കുറച്ചുകൂടി അടുത്തേക്ക് ചെല്ലാം. ഇനി അകത്ത് എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഒരു ലാബ്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടുത്തെ കലാപരിപാടികൾ മുഴുവൻ അറിഞ്ഞിട്ടേ അടക്കമുള്ളൂ. രൺവീർ കെട്ടിടത്തിന് മുകളിലേക്ക് പൈപ്പിലൂടെ പിടിച്ചു കയറി. ഒരിടത്ത് രൺവീർ പതുങ്ങിയിരുന്നു. ആരോ വരുന്നുണ്ടല്ലോ. കെട്ടിടത്തിനകത്ത്. കാട്ടിൽ കയറിയവൻ ഇപ്പോൾ എവിടെയുണ്ടെന്ന് നോക്കാമോ? അവൻ കുറേ ഉൾക്കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. വഴി തെറ്റിക്കാണും. കൊടും വിഷമുള്ള പാമ്പുകൾ അവൻ്റെ വഴിക്ക് വന്നാലും മതിയല്ലോ. ഒന്ന് ഊതിയാൽ ജീവൻ പോകുന്ന തരം പാമ്പുകൾ വരെ ഈ ദ്വീപിലുണ്ട്. റിസ്ക് എടുക്കണ്ട. നമ്മുടെ വേട്ടപ്പട്ടികളെ തുറന്നു വിട്ടേക്ക്. അപരിചിതരെ അവർ മണത്തറിയും. വേട്ടപ്പട്ടികൾ മണം പിടിച്ച് എന്നെ തിരിച്ചറിയും. എന്താണ് ഒരു പോംവഴി? രൺവീർ ബാഗിൽ നിന്നൊരു പാക്കറ്റ് എടുത്തു. ഒന്ന് ശ്രമിച്ചു നോക്കാം. വൈകാതെ ഭൗ ഭൗ ഭൗ. വേട്ടപ്പട്ടികളുടെ മുഖത്തേക്ക് രൺവീർ മുളകുപൊടി വീശിയെറിഞ്ഞു. ശ്യും. അതോടെ പട്ടികൾ ചുമച്ചുകൊണ്ട് തിരികെ പോയി. പൈ ബ്രും ഭും. അടുത്ത നിമിഷം പിൻകഴുത്തിൽ ഒരു ലോഹക്കുഴൽ വന്നു തൊട്ടു. തുടരും. ഇത് ഇൻബോക്സ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബാലരമക്ക് കത്തുകൾ അയച്ച് നിങ്ങളെ കത്തുകൾ വരണമെങ്കിൽ എന്താ ഈ ഇതിൽ വിലാസത്തിൽ balarama@mmp.in എന്നതിൽ മെയിൽ അയക്കാം. അല്ലെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വാട്സപ്പ് നമ്പറിലോട്ട് അയക്കാവുന്നതാണ്. റിയോണെ പറ്റിച്ചോ? ബാലരമേ, റിയോണിനെ കുടുക്കാൻ ആരോൺ കളിച്ച നാടകമായിരുന്നോ ഇതെല്ലാം? ആരോൺ ആരാണെന്ന് റിയോൺ കണ്ടുപിടിക്കുമോ? അതറിയാൻ കാത്തിരിക്കുന്നു. ഹസ്നാഷ കൂട്ടിലങ്ങാടി എഴുതിയ ഒരു കത്താണ്. ഏതോ ഒരു കഥയുമായി ബന്ധപ്പെട്ട കത്താണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും കത്തുകൾ വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ലുട്ടാപ്പിയുടെ പലതരം ആനിമേഷൻ വീഡിയോസും ഇപ്പോൾ പുതിയൊരു ചാനലിൽ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് QR കോഡ് സ്കാൻ ചെയ്തിട്ട് ആ വീഡിയോ കാണുന്നതാണ്. ആ ചാനൽ കലക്കി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കത്ത് എഴുതിയിരുന്നു. ഹായ് ബാലരമേ, ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ കത്ത് എഴുതുന്നത്. ബാലരമയുടെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം കണ്ടു. ഇപ്പോൾ കഥ കേട്ടുകൊണ്ട് ബാലരമ വായിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതുവരെയുള്ളതെല്ലാം ഞാൻ കഴിഞ്ഞു. ഇനിയും കുറേ ലുട്ടാപ്പി കഥകളും രസകരമായ വീഡിയോകളും ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനുശ്രീ N കൊടുങ്ങല്ലൂർ. എത്ര ദൂരം? നിഹാരിക പീറ്റർ കുറവിലങ്ങാട് എഴുതിയൊരു കത്താണ് വായിക്കുന്നത്. ഇത്രയും ദൂരം നടന്ന് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ബുബ്ഷി സ്വന്തം നാട്ടിലെത്തുമ്പോഴും അറിയിക്കണേ. ഇനി നമ്മളെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, നമ്പർ എഴുതി. നിങ്ങളെല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് ആ ഗെയിം കളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം പേജ് 75 ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. ഇതാണ് അതിൻ്റെ ഉത്തരം. കളർ സർക്കിളിൻ്റെ ഉത്തരം ഇതായിരുന്നു. ശരിയായവർ കമൻ്റ് ഇടുക, എൻ്റെത് ശരിയായെന്ന് പറഞ്ഞിട്ട്. നമുക്ക് അടുത്ത പേജിലോട്ട് പോകും. ബാലരമ തപാലിൽ കിട്ടാൻ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് സ്കാൻ ചെയ്യും. അപ്പോൾ ബാലരമ തപാൽ വഴി ഫുട്ബോൾ കൊടുക്കുന്നുണ്ട്. അല്ല, ബാലരമ കിട്ടാൻ വേണ്ടിയിട്ട്, തപാൽ വഴി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ QR കോഡ് സ്കാൻ ചെയ്യുന്നതാണ്. ഗ്രൗണ്ട് ഫുൾ QR കോഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്കാൻ ചെയ്ത് ബാലരമ തപാൽ വഴി വരുത്താവുന്നതാണ്. ഇതാണ് ബാലരമയുടെ അഡ്രസ്സ്. നമുക്ക് ബാലരമ കിട്ടും. ഓക്കെ. ഇനി അത് ചിത്രകഥയാണ്. തവളവിദ്യ. ബക്കൂഷി എന്ന കള്ളന് വിഷനാണയങ്ങൾ തുപ്പുന്ന ഒരു മാന്ത്രിക സർപ്പമുണ്ടായിരുന്നു. കിണിങ്. ഇവനെനിക്ക് 10 വിഷനാണയം വേണം. ബക്കൂഷി ആ നാണയങ്ങളുമായി വഴിയിലേക്ക് പോയി നിലത്ത് വിതറിയിട്ടു. ഹാ, ഇനി കാണാം കളി. അല്പം കഴിഞ്ഞ് ഒരു സംഘം വ്യാപാരികൾ അതുവഴി വന്നു. ഇതാ കുറേ സ്വർണ്ണ നാണയങ്ങൾ, നമുക്കത് മുഴുവൻ വാരിയെടുക്കാം. സഞ്ചിയിൽ നിറച്ചോ? അടുത്ത നിമിഷം അവർ മയങ്ങി വീണു. പണി പറ്റി. ഇനി ഇവരുടെ കയ്യിലുള്ളത് മുഴുവൻ എനിക്ക്. അയ്യോ. ആ വഴിയിൽ ആളെ മയക്കുന്ന നാണയമുണ്ട്. അതെടുത്ത് മയങ്ങിയവരെ കവർച്ച ചെയ്തു. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ബുദ്ധിമാനായ മഹസിൻ വഴിയിൽ ഒളിച്ചു നിന്നു. ഈ വഴിയിൽ എന്താണ് സംഭവിക്കുന്നത് അറിയണം. അല്പം കഴിഞ്ഞപ്പോൾ ബക്കൂഷി വിഷനാണയങ്ങളുമായി ഇവിടെ എത്തി. ഹാ, മാന്ത്രിക പാമ്പ് ഗുഹയിലുള്ളിടത്തോളം ഒരുത്തനും എന്നെ തൊടില്ല. മാന്ത്രിക പാമ്പ്? ആ വഴിയുന്ന വ്യാപാരികൾ നാണയമെടുത്തതും
അയ്യോ, ഹഹ, ഇനി അവരുടെ സമ്പാദ്യം എനിക്ക് സ്വന്തം. ഓഹോ, ഇതാണല്ലേ കാര്യം. ഈ കള്ളനെ പിന്തുടരണം. അക്കുശി തൻ്റെ താവളത്തിലെത്തി. പിന്നാലെ മഹ്സിനും. ഓഹോ, ഇതാണ് അവൻ മുമ്പ് പറഞ്ഞ വിഷസർപ്പം. ഭയങ്കരൻ. ആഹാ, ഇന്ന് നല്ല കോളായിരുന്നു സർപ്പമേ. മഹ്സിൻ കുറെ തവളകളെ കൊണ്ടുവന്ന് ഗുഹക്കമിന്നിൽ തുറന്നു വിട്ടു. ഹാ, തവളക്കരച്ചിൽ കേട്ട അകത്ത് ഏതു പാമ്പാണ് ഭൂമിയിലുള്ളത്? ക്രോം 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 ക്രോം. അതോടെ ഈ പാമ്പ് എങ്ങോട്ട് പോകുന്നു? അയ്യോ, തിരികെ വാ. ഇസ് ഇസ് ക്രോം ക്രോം. പുറത്തേക്കിറങ്ങിയ പക്ഷിനെ മഹ്സിൻ നിഷ്പ്രയാസം കീഴടക്കി. പെരുങ്കള്ള, എൻ്റെ വിദ്യ ഇനി നടക്കില്ല. അയ്യോ. പക്ഷിയെ മഹ്സിൻ സുൽത്താൻ്റെ ഭടന്മാർക്ക് കൈമാറി. ലൂണാമാട്ടി. ലൂണാമാട്ടി. സൂവിൽ നിന്ന് ചാടിപ്പോയ ലൂണക്കടുവയും മാട്ടിക്കരടിയും രണ്ടു വഴിക്കായി. ഒരു കണ്ടെയ്നറിൽ കുടുങ്ങിയ മാട്ടി ഗൾഫിലെത്തി. കാട്ടിനടുത്തെത്തിയ ലൂണ ഒരു ജീപ്പിൽ കയറിക്കൂടി. 14ാമത്തെ ലക്കാണ്. ഇതുവരെ ഉണ്ടായ കഥ ചുരുക്കിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിക്രൂസ് കയറ്റിവിട്ട ബാഗിലിരുന്ന് മാട്ടി കൊച്ചിയിലെത്തി. ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫും പറക്കലും ലാൻഡിങ്ങും ഒന്നും അറിഞ്ഞതേയില്ല. എന്തൊക്കെയോ വഴികളിലൂടെ മറ്റ് ബാഗുകൾക്കൊപ്പം നീങ്ങുകയാണ്. ബാഗിൻ്റെ ഡിപ്പിനടിയിലൂടെ മാട്ടി പുറത്തേക്ക് നോക്കി. ഇനി ഒരിക്കലും കാണില്ലെന്നു കരുതിയ നാട് ഇതാ തൊട്ട് മുമ്പിൽ. മാട്ടിക്ക് തെല്ലൊരു ആശ്വാസം തോന്നി. പക്ഷേ നാട്ടിൽ എങ്ങനെ കാലു കുത്താനാണ്? തന്നിരിക്കുന്ന ബാഗ് എന്തൊക്കെയോ വഴിയിലൂടെ തട്ടിയും മുട്ടിയും മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങോട്ട് പോയതുപോലെ ചെക്കിങ്ങോ സ്കാനിങ്ങോ ഒന്നും ഇല്ലാതെയാണ് ഇങ്ങോട്ടുള്ളവർ. എല്ലായിടത്തും ആരോ തന്നെ കടത്തി വിടുന്നത് പോലെ. താനൊരു സ്പെഷ്യൽ ബാഗിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരുടെ ബാഗായിരിക്കും ഇത്? ഈ ബാഗ് എടുക്കാൻ വരുന്ന ആ സ്പെഷ്യൽ ആൾ ആരായിരിക്കും? മാട്ടി ചോദ്യങ്ങളിങ്ങനെ ഓരോന്നായി സ്വയം ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? മാട്ടി ബാഗിനുള്ളിൽ ശ്വാസമടക്കിയിരുന്നു. തട്ടിയും മുട്ടിയും മാട്ടിയുടെ ബാഗ് ഏതോ ഒരു കാറിനുള്ളിലായി. കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് അതിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരു പഴുതും കിട്ടിയാൽ അടുത്ത നിമിഷം സിപ്പ് തുറന്ന് പുറത്തു ചാടാനാണ് മാട്ടിയുടെ പ്ലാൻ. പക്ഷേ ആ ബാഗ് എവിടെയും ഇരിക്കുന്നില്ല. അതിങ്ങനെ ഇരിപ്പുറക്കാതെ പോവുകയാണ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക്. പെട്ടെന്ന് ആ ഫോൺ കോൾ വന്നത്. ഡ്രൈവർ ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ കോൾ എടുത്തു. അയാളുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടതും മാട്ടിയുടെ ഉള്ള ജീവൻ പോയി. ഹലോ ബായ്, ബാഗ് കിട്ടി. എല്ലായിടത്തും നമ്മുടെ ബാഗിനെ സേഫായി കടത്തിവിടാൻ ആളുണ്ടായിരുന്നു. അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ലാതെ സാധനം പുറത്തെത്തി. തന്നെ പുറത്തെത്തിക്കാൻ ആളുകളോ? മാട്ടി സംശയത്തോടെ സ്വയം ചോദിച്ചു. എന്നാൽ അയാളുടെ പിന്നീടുള്ള സംസാരം കേട്ടതും മാട്ടിയുടെ ഉള്ളിലൊരു വെടി പൊട്ടി. കോടികളുടെ വിലയുള്ള സാധനമാണെന്നോ? ഹഹ, ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ കിർമാണിക്കറിയാം. ഞാൻ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. എത്രയോ കള്ളക്കടത്ത് ഞാൻ നടത്തിയിരിക്കുന്നു. ഈ മയക്കുമരുന്ന് എത്തേണ്ടിടത്ത് എത്തിക്കുന്ന കാര്യം ഞാനേറ്റു. പിന്നെ എനിക്കുള്ള കമ്മീഷൻ കൃത്യമായി ഇങ്ങ് തന്നേക്കണം. എന്നിട്ട് വേണം എനിക്ക് ആ ടിപ്പറിനെയൊന്ന് കാണാൻ. അയാളെ കാട്ടിൽ പോയി കടുവയെ പിടിപ്പിക്കാൻ നടക്കുകയാണ് മണ്ടൻ. ഫോൺ വിളി കേട്ട് ഞെട്ടിയ മാർട്ടിക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം പിടികിട്ടി. മയക്കുമരുന്ന് കടത്തുകാരുടെ ബാഗിലാണ് താനിപ്പോൾ. മയക്കുമരുന്നിന് പകരം കരടിയെ കിട്ടിയാൽ എന്താവും പിന്നെ സംഭവിക്കാൻ പോകുന്നത്? എന്തും സംഭവിക്കട്ടെ. മാട്ടി അടങ്ങി ഒതുങ്ങി ബാഗിലിരുന്നു. അപ്പോഴേ ഒരു സംശയവും മാട്ടിയുടെ കൂടെ ബാഗിലേക്ക് കയറി. ഈ കിർമാണി എന്ന പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അധികം സംശയിക്കേണ്ടി വന്നില്ല. മാട്ടിക്ക് മെമ്മറി കൂടുതലായിരുന്നു. ഇത് അവൻ തന്നെ, ജയിൽ ചാടിയ ആ ക്രിമിനലുകളിൽ ഒരുവൻ. അപ്പോൾ മറ്റവൻ എവിടെയായിരിക്കും? മാർട്ടിക്ക് വീണ്ടും സംശയമായി. ടിപ്പർ ഇപ്പോൾ എവിടെയാവും? മാർട്ടിക്ക് മാത്രമേ ടിപ്പറിനും ഇതേ സംശയമുണ്ടായിരുന്നു. ഈ സമയം ടിപ്പർ തട്ടിയെടുത്ത ഒരു ജീപ്പിൽ ഹൈറേഞ്ചിലൂടെ പോവുകയായിരുന്നു. കാട്ടിൽ കയറിയുള്ള വേട്ടയാണ് ടിപ്പറിൻ്റെ പ്ലാൻ. പറ്റുമെങ്കിൽ ഒരു കടുവയെ തന്നെ പിടിക്കണം. എന്നിട്ട് നേരെ വിദേശത്തേക്ക് കടത്തണം. കൊള്ളയ്ക്ക് കള്ളക്കടത്തിനുമൊന്നും ത്രില്ലില്ലെന്നാണ് ടിപ്പറിൻ്റെ തോന്നൽ. അങ്ങനെയാണ് ടിപ്പർ നാടുവിട്ട് ഹൈറേഞ്ചിലേക്ക് കുതിച്ചത്. കൂടെയുള്ള കിർമാണിയെ വഴിയിലിറക്കിയ ശേഷം ഒറ്റയ്ക്കാണ് ടിപ്പറിൻ്റെ പോക്ക്. എന്നാൽ ടിപ്പർ ഒറ്റയ്ക്കായിരുന്നില്ല. ടിപ്പറിൻ്റെ ജീപ്പിന് പിന്നിൽ ടിപ്പർ അറിയാതെ ഒരാൾ കൂടി യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു.
ഇടയ്ക്ക് ജീപ്പിൽ ചാടിക്കയറിയ ഒരു കടുവ. ടിപ്പറും ജീപ്പിലുള്ള കടുവയും തമ്മിൽ കൂടിക്കാണുമോ? തുടരും. വിശ്വസിച്ചാലുമില്ലെങ്കിലും എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് അടുത്ത വായിക്കാൻ പോകുന്നത്. അന്നത്തെ പോലെ ഇന്നും. 1989 അമേരിക്കയിലെ വെർജീനിയയിലാണ് സംഭവം. റിച്ചാർഡ് മാൻ എന്നൊരാൾ വീലിംഗ് എന്ന പട്ടണത്തിലെ ഒരു തെരുവിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ ഒരു പഴത്തൊലി ചവിട്ടി ഒറ്റ വീഴ്ച. വലതു കൈത്തണ്ടയിലെ എല്ലൊടിഞ്ഞു. ചികിത്സയും വിശ്രമവുമായി ഏതാനും ആഴ്ചകൾ കടന്നുപോയി. കൈ ഏകദേശം ശരിയായി വരുന്ന സമയത്ത് റിച്ചാർഡ് മാൻ അതേ തെരുവിൽ ഒരിക്കൽ കൂടി വീണ് അതേ കൈ ഒടിഞ്ഞു. പഴത്തൊലി ചവിട്ടിയായിരുന്നു ആ വീഴ്ചയും. കൂൺ വിറ്റു. കുന്നിൽ കയറിയ കരടിക്കുട്ടൻ കുന്നിൻ നിറയെ കൂൺ കണ്ടു. കൂണ് പറിച്ചു കരടിക്കുട്ടൻ കുന്നിനു താഴെ കൂൺ വിറ്റു. അബ്ദുള്ള കാരാട്ടിൽ എഴുതിയ ഒരു മനോഹരമായ കവിതയാണ് കൂൺ വിറ്റു. ഡുണ്ടുമോൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കഥയാണ് ഡുണ്ടുമോൻ എന്നറിയാം. ഡുണ്ടുമോൻ്റെ കഥ നമുക്ക് വായിക്കാം. ഡുണ്ടു, നീ ഇന്ന് ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു എന്ന് സയൻസ് സാർ പറഞ്ഞല്ലോ. ശരിയാ. അച്ഛനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് സയൻസ് സാർ പറഞ്ഞതല്ലേ? പറഞ്ഞു. എന്നിട്ടാണോ എൻ്റെ ക്ലാസ്സിൽ കയറിയത്? ഞാൻ അറിയില്ലെന്ന് കരുതിയോ? അത് അച്ഛനെ വിളിച്ചിട്ടാണ് ക്ലാസ്സിൽ കയറിയത്. ആദ്യം വിളിച്ചപ്പോൾ റേഞ്ച് ഇല്ലായിരുന്നു, രണ്ടാമത് വിളിച്ചപ്പോൾ കിട്ടി. ഡുണ്ടുമോന് നല്ല കോമഡിയാണ്. ഇത് വായിച്ചിട്ടുണ്ടോ? വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന പങ്ക്തി. ഓക്സ്ഫോർഡിലെ ജോർഡൻ കോളേജിൽ അവിടുത്തെ പണ്ഡിതന്മാരുടെ സംരക്ഷണത്തിൽ വളരുകയാണ് 12കാരിയായ ലൈറ ബെല്ലാക്വ. ആൾ മഹാകുസൃതിയാണ്, അതിധീരതയും. ഒരിക്കൽ അവളുടെ ഏറ്റവും അടുത്ത ചങ്ങാതി റോജറിനെ കാണാതായി. അതിനെ തുടർന്ന് ലൈറ പലതരം ആപത്തുകളും രഹസ്യങ്ങളും പതിയിരിക്കുന്ന വലിയൊരു സാഹസത്തിൽ ചെന്നുപെടുകയാണ്. ഉത്തര ധ്രുവപ്രദേശം വരെ എത്തിയ ആ യാത്രയിൽ ഭീകരമായ ശത്രുക്കളെയും ശക്തരായ മിത്രങ്ങളെയുമെല്ലാം അവൾ കണ്ടുമുട്ടി. ഒപ്പം ഡെസർട്ട് എന്ന് വിളിക്കുന്ന വിചിത്ര വസ്തുവുമായി ബന്ധപ്പെട്ട വിചിത്ര പ്രതിഭാസങ്ങളും അവൾ മുന്നിൽ വെളിവായി. ലൈറയും റോജറുമെല്ലാം ജീവിക്കുന്നത് ഒരു മായിക ലോകത്താണ്. മാന്ത്രികതയും വിചിത്രമായ ശാസ്ത്രചിന്തകളും അത്ഭുത ജീവികളുമെല്ലാം ഈ സാങ്കല്പിക ലോകം. അവിടെ ഓരോ മനുഷ്യൻ്റെയും ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് ഓരോ ജന്തുവിൻ്റെ രൂപത്തിൽ ഒപ്പം നടക്കുകയാണ് ചെയ്യുക. ഡീമൻ എന്ന് പൊതുവെ വിളിക്കുന്ന ആ ജന്തുരൂപം ഓരോരുത്തരുടെയും ഒപ്പം നടന്നു കൂട്ടുനിൽക്കുകയും വിഷമം വരുമ്പോൾ സഹായിക്കുകയും ചെയ്യും. തുടക്കം മുതൽ ഒടുക്കം വരെ സാഹസികതയും ഉദ്യോഗവും നിറഞ്ഞ ഈ കഥയാണ് നോർത്തേൺ ലൈറ്റ്സ്. ഫിലിപ്പ് പുൾമാൻ എന്ന ബ്രിട്ടീഷ് എഴുത്തുകാരൻ എഴുതിയ ഈ പുസ്തകം അമേരിക്കയിൽ ദ ഗോൾഡൻ കോമ്പസ് എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചത്. ഈ പുസ്തകത്തിൻ്റെ തുടർച്ചയായി 2 പുസ്തകങ്ങൾ കൂടി പുൾമാൻ എഴുതി. ദ സബ്റ്റിൽ നൈഫ്, ദ ആംബർ സ്പൈഗ്ലാസ്. ഈ 3 പുസ്തകങ്ങളും ചേർന്ന മുഴുവൻ കഥയ്ക്കും ഒന്നിച്ചുള്ള പേര് ഹിസ് ഡാർക്ക് മെറ്റീരിയൽസ് എന്നാണ്. ഇതാണ് ഫിലിപ്പ് പുൾമാൻ. ഇതാണ് ബുക്ക്. ഓക്കെ, ജംഗിൾ ടൈംസ് ആണ്. ഇത് നിങ്ങൾക്ക് രസകരമായി വായിച്ച് നോക്കാവുന്നതാണ്. നല്ല രസകരമായ ന്യൂസസ് ഒക്കെ ഉണ്ടാവും. ജംഗിൾ ടൈംസ് ഏറ്റവും പ്രചാരമുള്ള വനപത്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഡ്യൂപ്പില്ലാതെ അഭിനയിച്ചു സൂപ്പർ താരത്തിന് അഭിനന്ദന പ്രവാഹം. അങ്ങനെ നമ്മൾ നല്ല രസകരമായ വാർത്തകൾ നിങ്ങൾക്കും കൊടുക്കാവുന്നതാണ് വാർത്തകൾ. ഓക്കെ, ജീവനക്കാരൻ മേലുദ്യോഗസ്ഥനെ കടിച്ചു. ചെണ്ട കൊണ്ട് 2 പേർക്ക് പരിക്ക്, ഒരാളെ കാണാതായി. നല്ല അടിപൊളി കഥകളാണ്. ഫോട്ടോ മാറി, കുറ്റവാളി പിടിയിൽ. അങ്ങനെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അവസാനത്തെ കഥ ഒരു ചെറിയൊരു ടൈപ്പ് കഥയാണ്. ചിത്രം നോക്കി മനസ്സിലാക്കുന്ന തരത്തിലുള്ള കഥകളാണ്. ജംഗിൾ രാജുവിൻ്റെ കഥയാണ്. നെറ്റ്വർക്ക് കൂടുതലുള്ള ഏരിയ. 2 പൂമ്പാറ്റകളാണ്, അവർ പറന്നിങ്ങനെ പോവുകയാണ്. അപ്പം നെറ്റ്വർക്ക് കൂടുതലുള്ള ഏരിയ എന്ന് കണ്ടു. ബോർഡ് ഐഡിയ ഫലിച്ചു. രണ്ടവന്മാർ മൊബൈലും തൂക്കി നെറ്റ്വർക്ക് തപ്പി നെറ്റിലേക്ക് വരുന്നുണ്ട്. നെറ്റാണ് ഉദ്ദേശിച്ചത്. എട്ടുകളുടെ വലനെയാണ് ഇവിടെ നെറ്റ്വർക്ക്. ഇതങ്ങനെ ഉൾ മീനിങ്ങുള്ള ഒരു
ചിത്രം നോക്കി മനസ്സിലാക്കാൻ പറ്റിയ കഥകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വായിച്ചത് മനസ്സിലായെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ മലയാളത്തിൽ അത്ര വായന കുറവായതുകൊണ്ട് വായിക്കുന്നതിൽ നിന്ന് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്തരം വീഡിയോകൾ എല്ലാ ആഴ്ചത്തെ ബാലരമയും ഞാൻ ഇതുപോലെ വായിച്ചിടുന്നതാണ്. അപ്പോൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.